ടെക്ല സോഫ്റ്റ്വെയറിൽ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ചെയ്തത് നോക്കിയാലോ. ഈ കാണുന്ന ഒരു ബോക്സ് സെക്ഷനാണ്, അതായത് പ്ലേറ്റ് വെച്ചിട്ടുള്ള പ്ലേറ്റ് ഗേർഡേഴ്സാണ് കംപ്ലീറ്റും. പ്ലേറ്റ് വെച്ചിട്ടുള്ള ബോക്സ് സെക്ഷൻസാണ് കംപ്ലീറ്റും കൊടുത്തേക്കുന്നത്. ഇതെല്ലാം ബോക്സാണ്, ടോപ്പ് പ്ലേറ്റ്, വെബ്, ബോട്ടം പ്ലേറ്റ്, എല്ലാം പ്ലേറ്റ്. അപ്പോൾ ഇതിനകത്ത് മേളിൽ സ്റ്റഡ് ഉണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നും ഇത്രയേ ഉള്ളൂ സ്ട്രക്ചർ എന്ന് തോന്നും. പക്ഷേ ഇതിൻ്റെ ഇൻസൈഡ് ലൈൻ വരുമ്പോൾ കട്ട് ചെയ്ത് നോക്കിയാൽ ഇതുണ്ട്. ഇൻസൈഡ് കംപ്ലീറ്റ് നമ്മൾ ഇതേപോലെ ആംഗിൾ വെച്ചിട്ട് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ബോട്ടം കണക്ഷനൊക്കെയാണ് ഈ കാണുന്നത്. ബോട്ടത്തിൽ ഇതേപോലെ പ്ലേറ്റ് വെച്ച് ബോൾട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ സ്ട്രക്ചർ. ഇനി ഈ സ്ട്രക്ചറിൻ്റെ ഫാബ്രിക്കേഷൻ ഡ്രോയിങ്സ് വരുന്നത് ഇതാണ്. ആ ഒരു ബീമിൻ്റെ ഒരു ഗർഡറിൻ്റെ ഫാബ്രിക്കേഷൻ ഡ്രോയിങ്സ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മേളിൽ ടോപ്പ് വ്യൂവിൽ സ്റ്റഡിൻ്റെ ഒക്കെ പ്ലേസ്മെൻറ്റും പിന്നെ വരുന്ന ബിറ്റ്വീൻ ഓരോ ബീമിൻ്റെ കണക്ഷൻ പ്ലേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ ഉള്ളിൽ വരുന്ന ആംഗിളിൻ്റെ സ്പേസിങ്സ് സെക്ഷനിൽ കാണാൻ പറ്റും ഓരോന്ന് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തേക്കുന്ന ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ ഒരു സ്ട്രക്ചർ. ടെക്ലയിൽ ഏത് കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് ആയാലും നമുക്ക് ടെക്ലയിൽ ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും.